ഡോക്ടർ ടി പി സെൻകുമാർ, പള്ളുരുത്തിയിലെ CBSE സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് റോളൊന്നുമില്ല. എന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഹിജാബ് ധരിച്ചെത്തുന്ന വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിക്കണമെന്ന തിട്ടൂരമിറക്കി. കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും യൂണിഫോം ധരിക്കാം, ഹിജാബ് ഇടില്ല എന്ന് സ്കൂൾ അധികൃതർക്ക് വാക്ക് കൊടുത്ത് സമവായമുണ്ടാക്കി പ്രശ്നം ഒത്തുതീർപ്പാക്കിയപ്പോഴാണ് ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗപ്രവേശം ചെയ്യുന്നത്. ഇത് SDPI പോലുള്ള ദേശവിരുദ്ധ മതതീവ്രവാദ ശക്തികൾക്ക് CPM-ഉം LDF-ഉം സർക്കാരും കീഴടങ്ങി എന്നതിന് തെളിവല്ലേ? അപ്പോൾ ആദ്യം കുറച്ച് കേൾക്കേണ്ട വരും. ഞാൻ കുറച്ച് ദീർഘമായിട്ട് പറയാൻ പോവാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഞാനൊരു 40 വർഷം മുമ്പ് ASPI ആയിട്ട് കാസർഗോഡ് ചെല്ലുന്ന സമയത്ത് അവിടെ ഹിജാബോ ബുർഖയോ ധരിച്ചിരുന്ന ആരെയും കണ്ടിരുന്നില്ല. ഇത് തന്നെയായിരുന്നു കണ്ണൂരിൻ്റെയും സ്ഥിതി. പക്ഷേ 40 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കാസർഗോഡിൽ പോകുമ്പോൾ സ്ഥിതി നേരെ മറിച്ചാണ്. അതില്ലാത്ത ആരെയും കാണുന്നില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജിഹാദ് എന്ന് പറയുന്നത് എന്താണ്? ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതാരാണ് ഇവിടെ അവതരിപ്പിച്ചത്? ഇത് മുസ്ലിം ബ്രദർഹുഡിലൂടെ ഇന്ന് SDPI PFIയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതിന് ഉത്തരവാദി. എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്? വാൾ ഉപയോഗിച്ചാണോ? വാൾ ഉപയോഗിച്ച് തന്നെ. പക്ഷേ ആദ്യം അത് പുറത്തെടുക്കില്ല. ആദ്യത്തെ ആയുധം ജനാധിപത്യം തന്നെയാണ്, വോട്ടാണ്. അതെന്താണ് അങ്ങനെ? കാരണം ആദ്യം വാളെടുത്താൽ മുസ്ലിമുകൾ പോലും തള്ളിപ്പറയും, NIA പിടിച്ച് പൂട്ടും. അപ്പോൾ അല്പം തക്കിയ കളിക്കണം. തക്കിയ എന്ന് വെച്ചാൽ വഞ്ചന. ജിഹാദിൻ്റെ ഈ പുതിയ രൂപത്തിൻ്റെ പേരാണ് നിയോ ജിഹാദിസം. ഇത് ഇന്ത്യയിൽ മാത്രമാണോ? അല്ല, ഇന്ത്യയിൽ മാത്രമല്ല. ഇത് മുസ്ലിം ബ്രദർഹുഡ് ആദ്യമേ തിരിച്ചറിഞ്ഞു. പണി തുടങ്ങിയിട്ട് ദശകങ്ങളായി. ഇതിൻ്റെ അവസാന ഘട്ടം ഇംഗ്ലണ്ടിൽ നടക്കുന്നു. ചില ഘട്ടങ്ങൾ ഫ്രാൻസിലും ബെൽജിയത്തിലും നടക്കുന്നു. അമേരിക്ക ഇന്നത് തിരിച്ചറിഞ്ഞ് പണി തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്നു. എന്തുകൊണ്ട് അവർക്ക് തടയാൻ പറ്റിയില്ല? എന്താണിത് തടയാൻ സാധിക്കാത്തത്? സാധാരണ ഒരു പുതു ആശയം സമൂഹത്തിൽ പടരുമ്പോൾ, അത് വിമർശിക്കപ്പെടുമ്പോൾ, എതിർ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് പോരാട്ടം ഉണ്ടാവുക. അവർക്ക് പിന്തുണ എവിടെയെന്ന് കണ്ടെത്തുക എളുപ്പമാണ്. എന്നാൽ ഇസ്ലാമിക പൊളിറ്റിക്സ് രംഗത്ത് വരുമ്പോൾ എതിർക്കുന്നവർ നേരിടേണ്ടി വരുന്നത് അനുകൂലിക്കുന്നവരെ നേരിട്ടല്ല, പകരം അവർക്ക് വേണ്ടി പയറ്റുന്ന മൂന്നാമതൊരു കൂട്ടരുമായാണ്. അതാണ് ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങൾ. ജിഹാദികൾ വയ്ക്കുന്ന ഇരവാദവും ഐഡൻറ്റിറ്റി വാദങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങി അവർക്ക് വേണ്ടി ഇറങ്ങുക ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ജിഹാദികളുടെ ആദ്യ ഇരകളായ മുസ്ലിമുകൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അവരെ ജിഹാദികളുടെ വാദങ്ങൾ ഏറ്റെടുക്കേണ്ട നിർബന്ധിത അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. കാരണം ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാകും എന്ന് പറഞ്ഞ് മുസ്ലിമുകളെ പാട്ടിലാക്കാൻ ഇടത് മുന്നിൽ തന്നെ ഉള്ളപ്പോൾ അവർ എങ്ങനെ അതിനെ മറികടക്കും? സോഫ്റ്റ് ബൈഗോട്ടറി ഓഫ് ലോ എക്സ്പെക്റ്റേഷൻ ആണ് ഈ ട്രാപ്പിൻ്റെ പേര്. എന്തിനാണ് ഇടത് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ആ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആണ് മാർസ് മരിച്ച കമ്മ്യൂണിസ്റ്റുകളുടെ ഇന്നത്തെ കച്ചവടം. അതിന് അവർക്ക് അത്തരം ബിംബങ്ങൾ വേണം. പക്ഷേ ഈ ഇസ്ലാമോ ലെഫ്റ്റ് കൂട്ടുകെട്ട് എവിടെയൊക്കെ ഉണ്ടായോ അവിടെയെല്ലാം ഇടത് മണ്ണടിഞ്ഞു പോയി എന്നതാണ് കാലത്തിൻ്റെ നീതി. കാരണം ഇസ്ലാം ജിഹാദികളുടെ രണ്ടാമത്തെ ഇര ഇടതാണ്. എങ്ങനെയാണ് ഈ പുതിയ നിയോ ജിഹാദിസം പ്രവർത്തിക്കുന്നത്? അത് പ്രധാനമായി 6 ഘട്ടങ്ങളിലൂടെയാണ്. ഒരു നിയോ ജിഹാദ് എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ് ആദ്യപടി. അതിനായി ആദ്യം തീവ്ര സ്വഭാവമുള്ളവരെ പൂഴ്ത്തുകയും മാന്യമുഖമുള്ളവരെ കൂടുതൽ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതിനായി പത്രമാധ്യമങ്ങളിലും സംഘടനകളിലുമെല്ലാം പൊതുസമ്മതരായ അന്യമതക്കാരായ ആളുകളെ പോലും ആ മേഖലകളിൽ പ്രതിഷ്ഠിക്കും. ദളിത് ആക്ടിവിസ്റ്റുകളും ഇടത് ബുദ്ധിജീവികളും എല്ലാമാണ് ഇവിടെ എത്തിപ്പെടുക. ശ്യാംകുമാറൊക്കെ മാധ്യമത്തിലെത്തുന്നത്, എന്നിട്ട് മമ്മദിനെ വെളുപ്പിക്കുന്ന നിലവാരത്തിലേക്ക് അധപതിക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. ജനാധിപത്യ മതേതര വ്യവസ്ഥകളിലുള്ള ലൂപ്പ് ഹോൾസ് കണ്ടെത്തി ഉപയോഗിക്കുക എന്നാണ് അടുത്ത വഴി.
അത് മുസ്ലിമുകളുടെ ഉന്നമനത്തിനാണ് എന്ന് വരുത്തി തീർക്കും. അത് ന്യൂനപക്ഷ സംരക്ഷണമാണ് എന്ന് പഠിപ്പിക്കും. അതാണ് ഹിജാബ് ചോദ്യം ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 25 പൊന്തി വരുന്നതും ആർട്ടിക്കിൾ 30 മുക്കുന്നതും. അതാണ് ആർട്ടിക്കിൾ 14 എടുക്കാതെ 25 മാത്രം എടുക്കുന്നത്. അതാണ് ആർട്ടിക്കിൾ 19 എടുക്കാതെ ആർട്ടിക്കിൾ 25 മാത്രം എടുക്കുന്നത്. അത് വഖഫിലും UCCയിലും ഹിജാബിലുമെല്ലാം നമ്മൾ കണ്ടു. മതേതര വ്യവസ്ഥകളിലുള്ള സമാധാന അന്തരീക്ഷത്തിൽ വിള്ളൽ വീഴ്ത്തുക എന്നതാണ് അടുത്ത വഴി. കാരണം ഇസ്ലാമിക പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ ശത്രു ജനാധിപത്യമല്ല, അത് മതേതരത്വമാണ്. അതിനുവേണ്ടിയാണ് മതേതര ഇടങ്ങളായ സ്കൂളുകളിൽ ഹിജാബും നിസ്കാരമുറിയുമെല്ലാം പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്. മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് മതേതര ഇടങ്ങളായ സ്കൂളുകളിൽ ഹിജാബും നിസ്കാരമുറിയുമെല്ലാം പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്. തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിലും നിസ്കാരമുറി മസ്റ്റാണ്. അത് മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലും നടക്കും. കാരണം അത് മുൻനിർത്തി ഒരു വിധി പറഞ്ഞാൽ അത് പിന്നെ എല്ലാ മതസ്ഥാപനങ്ങൾക്കും ബാധകമാണ്. മതേതരമായ ഏത് മേഖലയും ഇത്തരത്തിൽ കൈയടക്കപ്പെടും. CAA പ്രതിഷേധം പോലും തക്ബീർ വിളിക്കാനുള്ള കാരണമായി മാറിയത് ഓർക്കുന്നുണ്ടാകും. ഗെയിൽ സമരത്തിലെ റോട്ടിലെ നിസ്കാരവും അതുതന്നെ. അടുത്തത് ഇതിൻ്റെ എല്ലാം പേരിലുള്ള പ്രൊവക്കേഷൻ ആൻഡ് റിയാക്ഷനാണ്. വിള്ളലുകൾ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഇരവാദവും ന്യൂനപക്ഷ വേട്ട എന്ന നിലവിളിയുമാണ് അവതരിക്കപ്പെടുക. ഇതാണ് അതിൻ്റെ പ്രതീക്ഷിക്കുന്ന ലാഭം. അത് വലിയൊരു മുതൽക്കൂട്ടാണ്. സംഘി വേട്ടയാടുന്നേ എന്ന നിലവിളി ആണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിലവിളി ശബ്ദം. ഇനിയുള്ള ഘട്ടത്തിലാണ് വാളെടുക്കുക. ചാവോസ് ആൻഡ് വയലൻസ് എടുക്കാൻ സമയം ആയി എന്നർത്ഥം. അതിനായി ആരുമറിയാതെ സൂക്ഷിച്ചിരുന്ന കല്ലും കോലും തോക്കും കോപ്പും എല്ലാം പുറത്തെടുക്കും. അതാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അതാണ് ഡൽഹി കലാപത്തിലും മറ്റ് സമാന കലാപങ്ങളിലും കണ്ടത്. അപകടമാണ് ഈ ഘട്ടം. ഇതിലേക്ക് എത്താതെ നോക്കുക എന്നതാണ് അടുത്ത ഘട്ടം. വിജയിക്കാതിരിക്കാനുള്ള ഒറ്റമൂലി. അവസാനം എൻഡ് ഗെയിം. ഭരണഘടന എടുത്ത് കത്തിച്ച് ശരിയ നിയമം സ്ഥാപിക്കും. അതോടെ നാട് ഇസ്ലാമികമായി മാറും. പിന്നെ സൂമ്പയില്ല, പാട്ടില്ല, മുട്ടില്ല എന്നതൊക്കെ പോട്ടെ, ജനാധിപത്യമില്ല, മതേതരത്വമില്ല. എന്നതാണ് ആദ്യം. കാഫിറുകൾക്ക് വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം, അല്ലെങ്കിൽ ദിമ്മികളാകാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാം. ഇതാണ് പുതിയ ജിഹാദിൻ്റെ മാസ്റ്റർ പ്ലാൻ. പോപ്പുലർ ഫ്രണ്ട് ഇറക്കിയ മിഷൻ 2047 ഡോക്യുമെൻ്റ് വായിച്ചാൽ കിട്ടുന്ന പാറ്റേൺ ആണിത്. ഇത് തന്നെയാണ് അമേരിക്കയിൽ 1991 പുറത്തായ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആൻ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ഓൺ ദ ജനറൽ സ്ട്രാറ്റജിക് ഗോൾ ഫോർ ദ ഗ്രൂപ്പ് ഇൻ നോർത്ത് അമേരിക്ക എന്ന ഡോക്യുമെൻ്ററിയിലുമുള്ളത്. അത് തന്നെയാണ് ബംഗ്ലാദേശിലും കണ്ടത്. അതാണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്. അതാണ് ഇറാഖിൽ, ഈജിപ്തിൽ, ലിബിയയിൽ, സിറിയയിൽ, പാകിസ്ഥാനിൽ എല്ലാം കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയവും ജനതയും ഇന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതിന് മുമ്പേ തന്നെ ഇസ്ലാമിക രാഷ്ട്രമാകും. ഇതാണ് പ്രാഥമികമായിട്ട് നിങ്ങൾക്ക് കേട്ടു എന്ന് തോന്നുന്നു എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം എന്തിനുള്ള അടവുകളാണെന്ന് വെച്ചാൽ ഇത് ഇപ്പം ആ കുട്ടിക്ക് അവിടെ 3-4 മാസം ഈ ഹിജാബ് ഇടാതെ പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക. ഇങ്ങനെ ഇഷ്യൂകൾ നിറയെ ഉണ്ടാക്കി ഇതിനു വേണ്ടി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വായിച്ചത്, ഇടത് അതുപോലെ സോക്കാൾഡ് മതേതരർ ഇതിനെ ആദ്യം പിന്തുണയ്ക്കും. ആ പിന്തുണയുടെ മുൻബലത്തിലാണ് ഇവർ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് ലോകത്ത് മുഴുവനും നടക്കുന്നുണ്ട്. ലോകത്ത് ഇത് നടക്കാത്ത ഒരു രാഷ്ട്രവുമില്ല. ഇപ്പോൾ ആഫ്രിക്കയിൽ നോക്കിക്കോളൂ. നൈജീരിയയിൽ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ 3 ലക്ഷത്തോളം ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടത്. ആരെങ്കിലും ഇവിടെ ഒരു കൊടിയുയർത്തിയോ ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയോ? അവിടുത്തെ കുഞ്ഞുങ്ങളെ കറുത്തതായതുകൊണ്ടാണോ അവിടുത്തെ കുഞ്ഞുങ്ങളല്ലാതാവുന്നത്? അപ്പോൾ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക, ഇതെല്ലാം ഒരു അന്തർദേശീയ മുസ്ലിം ബ്രദർഹുഡിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന മൗദൂദിയൻ ആശയങ്ങളിലൂടെ, അത് PFIയിലൂടെയും SDPIയിലൂടെയും ജമാഅത്തെ ഇസ്ലാമിയിലൂടെയും നടപ്പാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് തിരിച്ചറിയാൻ പറ്റാത്ത ഇടതുപക്ഷവും അതുപോലെ UDFും എല്ലാം അതിനെ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, അവർക്ക് ഇവരെ കുറച്ച് നാളത്തേക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇല്ലാതാക്കുന്നതും അവരെ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിപ്പോൾ കേരളത്തിലെ സ്ഥിതി നോക്കുക. ഇപ്പോൾ ഹിജാബ് ഇടാത്തതിന് ഒരു ബസ്സിൽ നിന്ന് ഒരു ഹിന്ദു സ്ത്രീയെ ഇറക്കി വിടുന്ന വീഡിയോ
നമ്മൾ കണ്ടതാണ്. നിങ്ങളത് ഇട്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങൾ അത് ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് പലയിടത്തും ഉണ്ട്. അത് കാസർഗോഡാണെന്ന് തോന്നുന്നു, ബസ്സിൽ നിന്ന് ഹിജാബ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു ഹിന്ദു സ്ത്രീയെ ഇടയ്ക്ക് വിടാൻ അവരെ നായിൻ്റെ മോളെ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് മലയാളത്തിൽ കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തുമുണ്ട്. എല്ലാ സ്ഥലത്തുമുണ്ട്. ഇത് പല രൂപത്തിൽ വരുന്നു. ഞാനൊക്കെ നോക്കൂ, വളരെ സെക്കുലറിസമാണ് നല്ലത്, അത് മാത്രം മതി എന്ന് വിചാരിച്ച് നടന്നിരുന്ന ഞാനൊക്കെ ഇതേപോലെ ചിന്തിക്കണമെങ്കിൽ ഇതിൻ്റെ അപകടം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് എനിക്ക് മനസ്സിലായി വന്നതുകൊണ്ടാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 1971 ശേഷം ഉണ്ടായിട്ടുള്ള ജനസംഖ്യാ മാറ്റങ്ങൾ നോക്കുക. അത് കേരളത്തിലെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് നോക്കുക. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു അത് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നതുകൊണ്ട് ഇത്ര % ആയെന്ന്. പക്ഷേ കേരളത്തിൽ അതല്ല, അല്ലാതെ തന്നെയുള്ള വളർച്ചയുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന 2023 കണക്കനുസരിച്ച് ഉണ്ടാകുന്നത് എന്താണ്? 100 കുട്ടികൾ ജനിക്കുമ്പോൾ ലൈവ് ബർത്ത് 44-45 ആവറേജ് അടുത്ത വർഷങ്ങളിൽ മുസ്ലിം കുട്ടികളാണ്. 40 കുട്ടികളാണ് ഹിന്ദുക്കളുള്ളത്, 14 താഴെയാണ് ക്രിസ്ത്യാനികളുള്ളത്. ആ പെർസെൻറ്റേജ് എവിടെ നിന്ന് വരുന്നു? 27% താഴെയാണ് 2011 അവരുടെ സെൻസസിൽ അവരുടെ പ്രൊപ്പോർഷൻ. പക്ഷേ 45% കുട്ടികൾ ജനിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ കേസൊക്കെ എടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ ഡാറ്റയുണ്ടോ, സർക്കാരിൻ്റെ ഡാറ്റയുണ്ടോ, എല്ലാം ഉണ്ട്. കേസെടുക്കാൻ വരുന്നവൻ കേസെടുക്കട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ, എല്ലാ ഡാറ്റയും കൊടുക്കാം, കേസിന് നേരിട്ടോളാം. അപ്പോൾ അതുകൊണ്ട് ഈ ഡാറ്റ പറയുമ്പോൾ മുസ്ലിം ലീഗുകാരനൊക്കെ ഓടി കേസെടുക്കാൻ നടക്കും. പക്ഷേ സംഗതി ഇതാണ്, വലിയ വ്യത്യാസം ജനസംഖ്യയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ CPM-ഉം UDF-ഉം അവരെ കൂടുതൽ ആശ്രയിക്കുന്നത്. അത് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക, കേരളത്തിൽ ഈ മുസ്ലിം ലീഗിനൊക്കെ മലപ്പുറം ജില്ലയിലും കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിലും മാത്രമേ കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ളൂ. ബാക്കിയുള്ള കേരളത്തിൽ കൂടുതലും STPക്കാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവരെല്ലാം ഒരേ കാര്യത്തിന് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇനി മന്ത്രിയുടെ കാര്യം എടുക്കാം. ഇനി ഈ മന്ത്രി എന്ന് പറയുന്ന ആൾക്ക് ഇദ്ദേഹം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ആദ്യം വലിയ മസിലൊക്കെ പിടിച്ച് ഞാൻ ഇത് ചെയ്യും എന്ന് പറയും. 2 ദിവസം കഴിഞ്ഞ് മതസംഘടനകൾ അതിൻ്റെ ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അത് മാറ്റി പറയും, തല കുത്തി മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്രി പറയുന്നത് നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം മന്ത്രി എന്ന നിലയിൽ ഏതെങ്കിലും സ്ഥിരമായ സ്വഭാവം പുലർത്തുന്ന ഒരാളല്ല ശ്രീമാൻ ശിവൻകുട്ടി. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു കാര്യം പറയും, നാളെ മറ്റൊരു കാര്യം പറയും, ഇതിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിലൊന്നും കണക്കിലെടുക്കണ്ട. പക്ഷേ ഹൈബി ഈഡൻ അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? STPക്കാരെ പറയുന്നതിന് പകരം അവിടെ എത്താതിരുന്ന RSS BJPക്കാരെ അവരെയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? STPക്കാരുടെ പേര് പറയാൻ ആ MP-ക്ക് മടിയാണ്. അത് മുൻപത്തും കണ്ടതാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ വിഡ്ഢികളൊക്കെ ജീവിച്ചിരിക്കുന്നത്, ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ്. ഇവരുടെ മുഖം ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ആ മുഖം മൂടി മാറ്റാനായിട്ട് അധികം വർഷങ്ങൾ ഇന്ത്യയിൽ വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ മറ്റ് ജനത, ബാക്കി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, മുസ്ലിമുകളിൽ തന്നെയുള്ള വലിയൊരു വിഭാഗം, അത് സെക്കുലറായിട്ട് ചിന്തിക്കുന്ന വിഭാഗമുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ഇവരെ വളർത്താൻ സമ്മതിക്കാതിരിക്കുക, ഇവരെ വളരാൻ സമ്മതിക്കാതിരിക്കുക. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെയുള്ള മറ്റ് രാഷ്ട്രങ്ങളും പോലെ, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നടക്കുന്നത് പോലെ അങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് നമ്മൾ ഇത് എത്തിക്കാതിരിക്കുക. അതിനുള്ളൊരു ശ്രമമാണ് ഈ ഞാൻ വായിച്ചതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തും ഓരോ ഇഷ്യൂകളുണ്ടാക്കി അവർക്ക് ആ കമ്മ്യൂണിറ്റിയെ മുഴുവൻ കൂടെ നിർത്താൻ. നമുക്കെതിരെ ആക്രമണം നടത്തുന്നു, ആ ആക്രമണത്തിന് നിങ്ങളാണ് തടുക്കേണ്ടത്. അതുകൊണ്ട് മുഴുവൻ കമ്മ്യൂണിറ്റിയെയും, അതായത് ഇതിനെതിരുള്ള ദേശീയത ഉള്ള മറ്റ് മുസ്ലിമുകളെ കൂടി നിർബന്ധിക്കപ്പെടുക, ആ ഒരു സംവിധാനത്തിലേക്ക് ഇത് എത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഇത് എല്ലായിടത്തും നടത്തിച്ച് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ
ഇന്ത്യയിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കേരളത്തിൻ്റെ സ്ഥിതി മൂക്കിനൊപ്പം വെള്ളം വന്ന സ്ഥിതിയിലാണ്. Yes. ഇന്ത്യയുടെ സ്ഥിതി കഴുത്തിനൊപ്പം വെള്ളത്തിലാണ്. ഇത് ശ്രദ്ധിക്കാൻ ആൾക്കാർക്ക്, ബാക്കിയുള്ളവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എവിടെ പോകുമെന്ന് നോക്കിയാൽ മതി. തൽക്കാലം ഇത് നിർത്തുന്നു. Okay. അടുത്ത സ്റ്റേജിൽ ഞാൻ പറയാം. Yes.